ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ കുറച്ച് നാളായി കേട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു റിവ്യൂ വീഡിയോ ആണ് ഇന്ന് ഇടാൻ പോകുന്നത്. ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ ഒരു ഷോർട്സിൽ ഞാനൊരു റെഡ് കുഷൻ ഫൗണ്ടേഷൻ വാങ്ങിച്ച് അത് അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ പറഞ്ഞായിരുന്നു ഞാനത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ പറയാമെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ നാളായിട്ട് ഇടണമെന്ന് വിചാരിക്കും, പക്ഷെ മടി കാരണമാണ് ഗൈസ് ഇടാൻ പറ്റാഞ്ഞത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, അപ്പം ലെറ്റ്സ് മൂവ് ടു അവർ വീഡിയോ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, റെഡ് കുഷ്യൻ ഫൗണ്ടേഷൻ. ടെർട്ടർ മാസ്ക് ഫിറ്റ് റെഡ് കുഷ്യൻ ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ കുറേ നാൾക്ക് മുന്നേ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പം അത്ര ട്രെൻഡിങ് ഇല്ല, പക്ഷെ കുറേ നാൾക്ക് മുന്നേ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ. ആ ഒരു ഇതൊക്കെ കണ്ട് മിക്ക ഇൻഫ്ലുവൻസേഴ്സും ഇത് യൂസ് ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാനും വാങ്ങിച്ചത്. ആദ്യം നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് വെച്ച് തുടങ്ങാം, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി ബ്രാൻഡ്സിൻ്റെ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. മേബിലിൻ, ലാക്മി, പിന്നെ എന്തുവായിരുന്നു, ഫേസസ് കാനഡ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ ടൈപ്പിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ വെയിലത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാം ഒലിച്ച് ഇറങ്ങും. എൻ്റെ സ്കിന്നിൽ ഒന്നും സ്യൂട്ടാകത്തില്ലായിരുന്നു എന്ന് വെച്ചാൽ. പിന്നെ ഇട്ടാളുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി കേക്കി ഫീലായിരിക്കും. ഇവിടെ ഒരുമാതിരി കട്ട പിടിച്ചിരിക്കും, ഇവിടെ അങ്ങനത്തെയൊക്കെ ഒരു ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം കോൺഫിഡൻസ് കുറവായിരുന്നു ഫൗണ്ടേഷൻസ് ഇടാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്താണ് ഗൈസ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പം ഞാൻ കുറേ നാൾക്ക് മുന്നേ ഇത് വീഡിയോ കണ്ടിട്ട് ഞാൻ റേറ്റ് നോക്കിയപ്പോൾ ഭയങ്കര റേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാനത് കാർട്ടിലിട്ട് തന്നെ വെച്ചു. എപ്പോഴെങ്കിലും വാങ്ങാം, നമുക്ക് ആവശ്യം വരുമ്പോൾ സമയത്ത് വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പം അങ്ങനെ ഞാൻ കാർട്ടിലിട്ട് വെച്ചേക്കുമായിരുന്നു. അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരു ഫംഗ്ഷൻ ഞാൻ രാവിലെ ആയിരുന്നു ഇത് ഇട്ടുകൊണ്ട് പോയത്. ഇട്ടിട്ട് ഞാൻ അത്യാവശ്യം നല്ല വെയിലുള്ള സമയമായിരുന്നു. പക്ഷേ ഞാൻ വൈകുന്നേരം വന്നിട്ടും നല്ല രീതിക്ക്, ഞാൻ രാവിലെ എപ്പോഴാണ് ഇട്ടുകൊണ്ട് പോയത് ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഒരുമാതിരി ഇവിടെ ഉണ്ട് ഇവിടെ ഇല്ല അങ്ങനത്തെ ഒരു ഇതും ഇതിലില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇടുമ്പം എല്ലാം ഫേസ് ഫുൾ കംപ്ലീറ്റ്ലി സെയിം ആയിട്ടാണ് ഇരിക്കുന്നത്. അവിടെ ഒലിച്ച് വരിക, ഇവിടെ അങ്ങനെ ഒരു ഇത് രീതിയിലും ഇല്ല കേട്ടോ. പിന്നെ ഒരിത് മീഡിയം കവറേജ് ആണ് തരുന്നത്. പക്ഷെ അത്യാവശ്യം നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് സ്പോട്ട്സും മാർക്സും എല്ലാം കവർ ചെയ്യുന്നുണ്ട് ഇത്. അപ്പം എന്തുകൊണ്ടൊരു ബെസ്റ്റ് ഫൗണ്ടേഷൻ തന്നെയാണിത്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു. ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എൻ്റെ സ്കിൻ ടൈപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിക്ക് കവറേജ് കിട്ടുന്നുണ്ടായിരുന്നു, ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് ഓവർ പുട്ടിയടിച്ച പോലെ തോന്നത്തില്ല ഇത്. എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല ഗ്ലോയും കാര്യങ്ങളും ഉണ്ട് ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസിലോട്ട് നമുക്കിനി കടക്കാം. ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഈ വാങ്ങിക്കുമ്പം നമ്മുടെ കളറ് ടോൺ നോക്കി ചൂസ് ചെയ്തില്ലെങ്കിൽ നല്ല രീതിക്ക് പണിയിടും. കാരണം ഇത് അത്യാവശ്യം റേറ്റുള്ള ഒരു സാധനമാണ്. റേറ്റൊക്കെ ഞാൻ ലാസ്റ്റ് പറയാവേ. അപ്പം അത്യാവശ്യം റേറ്റുള്ളൊരു സാധനമാണ്. അപ്പം നമ്മൾ കറക്റ്റ് നമ്മുടെ ഒരു സ്കിൻ ടോൺ നോക്കി വാങ്ങിയില്ലെങ്കിൽ ഇതിന് റിട്ടേണോ എക്സ്ചേഞ്ചോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഒരു സ്കിൻ ടോണിനെക്കാളും ഇതിനെടുക്കുമ്പം കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ളൊരു സ്കിൻ ടോൺ നോക്കി വേണം നമ്മൾ എടുക്കാൻ. എന്നാലേ നമുക്കിതൊരു ബാലൻസ് ആയിട്ട് നമ്മുടെ സ്കിൻ ടോണിൽ കിട്ടത്തുള്ളൂ. അതാണ് ഞാൻ കണ്ടതിൽ വെച്ചൊരിത്. കാരണം നമ്മുടെ കറക്റ്റ് സ്കിൻ ടോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്യൂട്ട് ആകണമെന്നില്ല. അതാണ് എനിക്കൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് നമ്മുടെ കറക്റ്റ് സ്കിൻ ടോൺ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഡിമ്മാകും. കാരണം ഈ ഒരു ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞ്
കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ഓക്സിഡൈസ് ആവും. അപ്പോൾ ആ ഒരു കളറിൽ നിന്ന് കുറച്ചങ്ങോട്ട് ഡിമ്മാവും. പക്ഷേ നമ്മളൊരു കുറച്ച് ഹയർ സ്കിൻ ടോൺ ഷെയ്ഡ് നോക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് സ്കിൻ ടോണിൽ ബാലൻസ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. അപ്പം നമുക്ക് പല ആൾക്കാർക്കും നമ്മുടെ സ്കിൻ ടോൺ ചിലപ്പം കളർ നോക്കി എടുക്കാൻ ചിലപ്പോൾ അറിയായിരിക്കാം. പക്ഷേ കുറച്ച് ഹയർ ടോൺ എടുത്തതിന് ചിലപ്പോൾ നമുക്ക് കൂടി കുറഞ്ഞു പോകുന്നുള്ള കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം അതാണ് എനിക്കൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് തോന്നിയത്. നമ്മൾ എടുക്കുമ്പം ഒരു 2 പടി കുറച്ച് ലൈറ്റർ സ്കിൻ ടോൺ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് കറക്റ്റ് ആയിരിക്കും. നമ്മുടെ സ്കിൻ ടോണിനെക്കാട്ടിലും 2 പടി ലൈറ്റർ സ്കിൻ ടോൺ എടുത്തു കഴിഞ്ഞാൽ സ്കിൻ ടോണിലെ ഷെയ്ഡ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. പിന്നെ എനിക്ക് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇതാണ് ആകെപ്പാടുള്ളൊരു ഡിസഡ്വാൻറ്റേജസ് എനിക്ക് തോന്നിയത്. പിന്നെ എന്താ പറയുക, നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ഒത്തിരി എപ്പോഴൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഇതിൻ്റെ റേറ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ വാങ്ങിച്ചത് ലാർജർ എന്ന് വെച്ചാൽ ഒരു സ്മോളർ സൈസും ഉണ്ട്, പിന്നെ ഒരു ലാർജർ സൈസുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഞാൻ ലാർജർ സൈസാണ് വാങ്ങിച്ചത്. കാരണം ഞാൻ ആമസോണിൽ ആ ഒരു സമയത്ത് വാങ്ങിച്ചപ്പം ഒരു അത്യാവശ്യം ഓഫർ ഉണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2050 കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ സ്മോളർ സൈസ് നമുക്കിപ്പം 900 റുപ്പീസിനൊക്കെ നമുക്ക് കിട്ടും. അപ്പം ഞാൻ എൻ്റെ ലാർജർ സൈസാണ് വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് വാങ്ങിച്ചിട്ട് എല്ലാം ഓക്കെ ആയിരുന്നു, ലോങ് ലാസ്റ്റിംഗ് ആണ്, എല്ലാം ഓക്കെ ആണ്. പക്ഷേ എനിക്കും കുറച്ച് ഇത് പറ്റിപ്പോയെന്ന് വെച്ചാൽ ഞാൻ ഷെയ്ഡ് ചൂസ് ചെയ്യുന്നതിന് കുറച്ചൊരു ഇത് വന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് വേറെ കൺസീലറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പം ഇത് ഓക്കെ ആണ്. എനിക്ക് കുറച്ച് ലൈറ്റ് ഡാർക്ക് എന്ന് വെച്ചാൽ എൻ്റെ കറക്റ്റിൽ ഒരു പടിയാണ്, പക്ഷെ കുറച്ചും കൂടെ ലാർജർ ഷെയ്ഡ് എടുത്തെങ്കിൽ, കുറച്ചും കൂടെ ഹയർ സ്കിൻ ടോണിൻ്റെ ഷെയ്ഡ് എടുത്തെങ്കിൽ കുറച്ചും കൂടെ ബ്രൈറ്റർ കിട്ടിയത്. പക്ഷെ അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും അല്ലേ. എനിക്ക് കുറച്ചും കൂടെ എൻ്റെ ഫേസ് എൻ്റെ സ്കിൻ ടോണിനെക്കാളും കുറച്ചും കൂടെ ബ്രൈറ്റർ ആയിട്ട് നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇത് പറഞ്ഞത്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. എല്ലാവർക്കും നമ്മുടെ കറക്റ്റ് സ്കിൻ ടോൺ തരും. ഇപ്പം എൻ്റെ ഇത് കറക്റ്റ് സ്കിൻ ടോണിലാണ് നിൽക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ഓരോരോ ചോയ്സസ് ആയിരിക്കുമല്ലോ. പക്ഷെ ഇത് നല്ലൊരു അടിപൊളി സാധനമാണ്. പക്ഷെ റേറ്റ് നോക്കുമ്പോൾ നമുക്ക് 2-3 വട്ടം ഇങ്ങനെ ആലോചിക്കും, നമ്മൾ ഇത് വാങ്ങിക്കണോ വേണ്ടേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഞാനിങ്ങനെ ചിന്തിച്ചായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും നമ്മളൊരു സാധനം വാങ്ങിക്കാൻ ആഗ്രഹിച്ചു, അപ്പോൾ എന്തായാലും അതൊന്ന് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്യേണ്ട. അത് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് അറിയാമല്ലോ. ഒരു വൺസ് എ ടൈം വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഇത് നമുക്ക് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും കേട്ടോ. കാരണം ഇത് കുഷ്യൻ ഫൗണ്ടേഷൻ ആണ്. നമുക്ക് ഇങ്ങനെ ഓവറായിട്ട് എടുക്കേണ്ട വരും. നമുക്ക് ലിക്വിഡ് ഫൗണ്ടേഷനെ പോലെ നമ്മൾ ആവശ്യം നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ഡാബ് ചെയ്തിട്ടാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. പക്ഷെ എനിക്ക് ഇതിൻ്റെ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കളറാണ്, അതുപോലെ തന്നെ ഭയങ്കര അട്രാക്റ്റീവാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് കേട്ടോ. ഇതിന് നല്ല സ്മെല്ലാണ്. അപ്പം നമ്മൾ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യും. എന്നിട്ട് ഇതൊരു കുഷ്യനാണ്. ഇവിടെ നമ്മൾ ഇത് ചെയ്തിട്ടാണ് നമ്മൾ ഫേസിൽ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമുക്ക് എല്ലായിടത്തും നമുക്ക് ചെയ്യുമ്പം ഓവർ വരത്തില്ല, നമ്മൾ ഫുൾ കവറായി പോവുകയും ചെയ്യും. നമ്മുടെ ലിക്വിഡ് ഫൗണ്ടേഷൻസ് പോലെ ഒത്തിരി ആയിട്ട് തോന്നില്ല. കാരണം നമ്മളിവിടെ എടുത്തിട്ട് നമ്മളിവിടെ ഡാബ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഒരു സൈഡ് ഇട്ട് കാണിക്കാം. അത്യാവശ്യം നല്ല കവറേജ് തരുന്നുണ്ട്. എനിക്കെന്തായാലും ഒരു ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഡെയിലി ഇത് യൂസ് ചെയ്യാറില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ല രീതിക്ക് ഗ്ലോ ഉണ്ട്, അതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. എല്ലാം കൂടെ ഒരു ഇതിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് വാവ് പ്രൊഡക്റ്റാണിത്. കണ്ടില്ലേ ഡിഫറൻസ്? ഇപ്പം തന്നെ കണ്ടോ? നല്ല രീതിക്ക് ഇത് കവറായിട്ടുണ്ട്. നമ്മുടെ ഡാർക്ക് സർക്കിൾസ് വരെ നമുക്കിതിന് ഒരു പ്രൊഡക്റ്റ് മതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഒന്ന് മേക്കപ്പ് ചെയ്ത് ഇറങ്ങണമെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഞാൻ സാധാരണ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസീലർ യൂസ് ചെയ്യും,
പക്ഷെ ഇതൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ഫൗണ്ടേഷൻ മാത്രം മതി നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വേഗം ഒന്ന് റെഡി ആയിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട്. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പം ഞാനത് നിങ്ങളെ വാങ്ങിക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യാനൊന്നുമല്ല, ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടോ, നമ്മുടെ കയ്യിലൊന്നും വരില്ല, അതാണ് ഏറ്റവും. കണ്ടോ, അതുപോലെ ഇതിൽ എടുത്തു പറയേണ്ട അനുസരിച്ച് ഞാനതിന് ആ ഒരു പരിപാടിക്ക് പോയിട്ട് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ മുഖം കഴുകിയിട്ട് പോലും അത് അതേപടി എൻ്റെ ഫേസിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നല്ല രീതിക്ക് ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അത് ഫുൾ ക്ലിയർ ആയിട്ട് പോയത്. കണ്ടില്ലേ, നല്ല കവറേജ് ഉണ്ട്. ഡാർക്ക് സർക്കിൾസും ഒക്കെ അത്യാവശ്യം കവറേജ് ചെയ്ത് പോവും കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്തൊരു വ്ളോഗായിട്ട് വരുന്നവരെ ബൈ ബൈ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം അടുത്തൊരു വ്ളോഗായിട്ട് വരുന്നവരെ ബൈ ബൈ.